പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസങ്കോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 7ാം ക്ലാസ് കൂട്ടുകാരുടെ ഹിന്ദി പാഠപുസ്തകത്തിലെ 3ാമത്തെ യൂണിറ്റിലെ ഒരു കവിതയുമായിട്ടാണ്. ബയാ ഹമാരി ചിടിയ റാണി, തൂക്കണാംകുരുവി നമ്മുടെ പക്ഷികളുടെ റാണി എന്ന് പറയുന്ന ഒരു കവിതയുമായിട്ടാണ്. സമയമൊട്ടും കളയാതെ നമുക്ക് കവിതയിലേക്ക് കടന്നാലോ. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ക്ലാസ്സിലേക്ക് കടന്നാലോ. ബയാ ഹമാരി ചിടിയ റാണി, ഈ കവിത എഴുതിയത് മഹാദേവി വർമ്മ എന്ന എഴുത്തുകാരിയാണ്. അപ്പോൾ കവിത പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് എഴുത്തുകാരിയെക്കുറിച്ച് നോക്കിയാലോ. മഹാദേവി വർമ്മ, ജൻ 26 മാർച്ച് 1907, മൃത്യു 11 സിതംബർ 1987. മഹാദേവി വർമ്മയുടെ ജനനം 1907 മാർച്ച് 26 അല്ലേ. 1907 മാർച്ച് 26 മഹാദേവി വർമ്മ ജനിച്ചത്. മഹാദേവി വർമ്മയുടെ മരണം 1987 സെപ്റ്റംബർ 11 ഓക്കെ. മഹാദേവി വർമ്മ ആധുനിക യുഗ പ്രസിദ്ധ കവയിത്രി ഹൈ. മഹാദേവി വർമ്മ ആധുനിക യുഗത്തിലെ പ്രസിദ്ധയായ കവയിത്രിയായിരുന്നു. ഉൻക ജൻ ഉത്തർപ്രദേശ് മേ ഹുവ. അദ്ദേഹത്തിൻ്റെ മഹാദേവി വർമ്മയുടെ ജനനം ഉത്തർപ്രദേശിലായിരുന്നു. ഉത്തർപ്രദേശിലാണ് 1907 മാർച്ച് 26 ജനിച്ചത്. യാമ, ശൃംഖല കി ഘടിയാം, അതീത് കെ ജൽചിത്ര ആദി ഉൻകി പ്രമുഖ രചനായേ ഹൈ. യാമ, ശൃംഖല കി ഘടിയാം, അതീത് കെ ജലചിത്ര, ഇതൊക്കെ അവരുടെ പ്രമുഖമായ പ്രസിദ്ധമായ സൃഷ്ടികളായിരുന്നു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ ആദി സേ വേ സമ്മാനിത് ഹൈ. മഹാദേവി വർമ്മയ്ക്ക് പത്മവിഭൂഷണം പത്മഭൂഷണം ലഭിച്ചിട്ടുണ്ട്. യാമ പർ ഉനേ ജ്ഞാൻപീഠ് പുരസ്കാർ പ്രാപ്ത് ഹുവ. യാമ എന്ന രചനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ആധുനിക മീര കെ നാം സേ വേ മഷ്ഹൂർ ഹൈ. ആധുനിക മീര എന്ന പേരിൽ അറിയപ്പെടുന്ന കവയിത്രിയാണ് മഹാദേവി വർമ്മ. ഓക്കെ, അപ്പോൾ ആധുനിക മീര എന്നറിയപ്പെടുന്നത് ആരാണ്? മഹാദേവി വർമ്മ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് കവിതയിലേക്ക് കടക്കാം. ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, 2 കുട്ടികൾ തൂക്കണാംകുരുവിയുടെ കൂടെ നോക്കി നിൽക്കുവാണ് അല്ലേ. നോക്കൂ. ബയാ ഹമാരി ചിടിയ റാണി, തിൻകെ ലാക്കർ മഹൽ ബനാത്തി, ഊഞ്ചി ഡാലോം പർ ലട്കാത്തി, खेतों से फिर दाना लाती, नदियों से फर लाती पानी. നോക്കൂ മക്കളെ. ബയാ ഹമാരി ചിടിയ റാണി, തൂക്കണാംകുരുവിയാണ് നമ്മുടെ പക്ഷികളുടെ റാണി. തൂക്കണാംകുരുവിയെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാര്? തൂക്കണാംകുരുവിയുടെ കൂട് കണ്ടിട്ടുണ്ടോ? മരച്ചില്ലകളിലൊക്കെ തൂങ്ങിക്കിടക്കുന്ന കൂടാണ് തൂക്കണാംകുരുവിയുടേത്. നോക്കൂ. ബയാ ഹമാരി, ബയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ? ബയാ നമ്മുടെ തൂക്കണാംകുരുവിയാണ്. ഓക്കെ. ബയാ ഹമാരി ചിടിയ റാണി, തൂക്കണാംകുരുവിയാണ് നമ്മുടെ പക്ഷികളുടെ റാണി. തിൻകെ ലാക്കർ മഹൽ ബനാത്തി. തിൻകെ, തിൻകെ മീൻസ് പുല്ലുകൾ, ഉണങ്ങിയ പുല്ലുകളുണ്ടല്ലോ, പുല്ലുകൾ കൊണ്ട്, ഗ്രാസ്, പുല്ലുകൾ ലാക്കർ കൊണ്ട്, മഹൽ ബനാത്തി, മഹൽ കൊട്ടാരമുണ്ടാക്കുന്നു. ഊഞ്ചി ഡാലോം പർ ലട്കാത്തി, എന്നിട്ടോ ഊഞ്ചി ഡാലോം പർ, ഉയരമുള്ള ഡാലോം, കൊമ്പുകളിൽ അതെന്ത് ചെയ്യുന്നു? ലട്കാത്തി, തൂക്കിയിടുന്നു. ചെറിയ കുഞ്ഞു മരത്തിലല്ല കൂടുണ്ടാക്കുന്നത്, വലിയ വൃക്ഷങ്ങൾ നല്ല ഉയരമുള്ള ശാഖകളിലാണ് തൂക്കണാംകുരുവി കൂട് തൂക്കിയിടുന്നത്. എന്നിട്ടോ ഖേത്തോം സേ ഫിർ ദാന ലാത്തി. ഖേത്തോം, ഖേത്ത് മീൻസ് ഫീൽഡ്, വയലുകളിൽ പോയിട്ട് എന്ത് ചെയ്യും? ദാന ലാത്തി, ധാന്യങ്ങൾ ശേഖരിച്ചു കൊണ്ടുവരും. പിന്നെയോ നദിയോം സേ ഫർ ലാത്തി പാനി, നദിയിൽ നിന്ന് ജലം നിറയ്ക്കും. നദിയിൽ പോയി ആവശ്യമുള്ള ജലം കൊണ്ടുവരും. ഓക്കെ. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, നോക്കിക്കേ. തിൻകെ ലാക്കർ മഹൽ ബനാത്തി, പുല്ലുകൾ കൊണ്ട് കൊട്ടാരം പണിയുന്നു. ഖോംസ്ലെ കോ മഹൽ ക്യോം കഹാ ഗയാ ഹേ. ഖോംസ്ലെ, ഖോംസ്ലെ മീൻസ് നെക്സ്റ്റ്, കിളിക്കൂടിനെയാണ് ഖോംസ്ലെ എന്ന് പറയുന്നത്. ഈ ഖോംസ്ലെ, ഈ കിളിക്കൂടിനെ മഹൽ ക്യോം കഹാ ഗയാ ഹേ, എന്തുകൊണ്ടാണ് കൊട്ടാരം എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടാ? സബ്കാ ഘർ മഹൽ, എല്ലാവരുടെയും വീട് അവർക്ക് കൊട്ടാരം തന്നെയാണ് അല്ലേ. നമ്മുടെ വീട് നമുക്ക് കൊട്ടാരം പോലെയല്ലേ. ചെറിയ വീടാണെങ്കിലും വലിയ വീടാണെങ്കിലും അവരവരുടെ ഭവനം അവരവർക്ക് കൊട്ടാരം പോലെ തന്നെയാണ്. ചിടിയാ കാ ഘോംസ്ല മഹൽ കെ സമാൻ ഹോത്താ ഹെ.
നമ്മുടെ പക്ഷിയുടെ കൂടും എന്തിന് സമാനമാണ്? കൊട്ടാരത്തിന് സമാനമാണ്. ഓർ കൂടാതെ ഈസ് കവിതാമേം ഈ കവിതയിൽ ബയാനെ ചിടിയ റാണി ബതായ ഗയാ ഹേ ഈ കവിതയിൽ നമ്മുടെ പക്ഷികളുടെ റാണി എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഈ ബയ നമ്മുടെ തൂക്കണാങ്കുരുവിയെ പക്ഷികളുടെ റാണി എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റാണിമാർ താമസിക്കുന്നത് എവിടെയാ? കൊട്ടാരത്തിലാ. ഓക്കെ, ക്ലിയർ അല്ലേ? ഒരിക്കൽ കൂടി, സബ്കാ ഘർ മഹൽ ഹെ, चिड़िया का घोंसला महल के समान होता है और इस कविता में बयाने चिड़िया റാണി ബതായ ഗയാ ഹേ ഈ കവിതയിൽ ബയ എന്നാണ് പക്ഷികളുടെ റാണി എന്നാണ് അറിയപ്പെടുന്നത്. ക്ലിയർ? നോക്കൂ, കുട്ടികൾ പക്ഷിയോടായി പറയുകയാണ്, തുച്ഛ്കോ ദൂർ ന ജാനെ ദേംഗെ ദാനോം സേ ആംഗൻ ഫർ ദേംഗെ और हाउस में फर देंगे हम मीठा मीठा ठंडा पानी. ഓക്കെ കൂട്ടരെ, തുച്ഛ്കോ ദൂർ ന ജാനേ ദേംഗെ നിങ്ങളെ ദൂരത്തേക്ക്, ജാനേ ദേംഗെ നിങ്ങൾ ദൂരത്തേക്ക് വിടത്തില്ല, ദൂരത്തേക്ക് പോകാൻ അനുവദിക്കില്ല. ദാനോം സേ ആംഗൻ ഫർ ദേംഗെ നിങ്ങൾക്ക് വേണ്ട ധാന്യം ഞങ്ങൾ എന്ത് ചെയ്യും? ആംഗൻ മീൻസ് കോട്ടയാട്, മുറ്റത്ത് ഫർ ദേംഗെ നിറയ്ക്കും. വയലിൽ പോയല്ലേ, ഫീൽഡിൽ പോയാണല്ലോ, ഖേത്തുകളിൽ പോയാണ് പക്ഷിക്ക് വേണ്ട ധാന്യം ശേഖരിച്ചിരുന്നത്. അപ്പോൾ ഇന്ന് നിങ്ങൾ ദൂരത്തേക്കൊന്നും പോകണ്ട, നിങ്ങൾക്ക് ആവശ്യമുള്ള ധാന്യം ഞങ്ങളുടെ ഈ മുറ്റത്ത് നിറയ്ക്കും. പിന്നെയോ, ഓർ ഹൗസ് മീൻസ് വലിയ പാത്രങ്ങളുണ്ടല്ലോ, വലിയ പാത്രങ്ങളല്ലേ ഹൗസ് മേ, ഫർ ദേംഗെ ഹം നിറയ്ക്കും. എന്താ? ഞങ്ങൾ നിറയ്ക്കും. മീഠാ മീഠാ ഠണ്ടാ പാനി മധുരമുള്ള തണുത്ത വെള്ളം ഇവിടെ വലിയ പാത്രങ്ങളിൽ നിറയ്ക്കും. വെള്ളം ശേഖരിക്കാനായിട്ട് നദികളിലും നീ പോകേണ്ടി വരില്ല. ഓക്കെ, വയലുകളിൽ പോയി ധാന്യം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടണ്ട, നദികളിൽ പോയി വെള്ളം ശേഖരിക്കാനും ബുദ്ധിമുട്ടണ്ട, നിനക്ക് ആവശ്യമായ ധാന്യവും വെള്ളവും ഒക്കെ ഞങ്ങളെ മുറ്റത്ത് റെഡിയാക്കി തരും എന്നാ കുട്ടികൾ പറയുന്നത്. ഓക്കെ, ഫിർ അണ്ടേ സേയേഗി തൂ ജബ് നികലേംഗെ നനേ ബച്ചേ തബ് ഹം ആക്കർ ബാരി ബാരി സേ കർ ലേംഗെ ഉൻകി നിഗറാനി. നമുക്ക് കുട്ടികൾ വീണ്ടും പറയാണ്, ഫിർ എപ്പോഴാണോ, അണ്ടേ സേയേഗി തൂ ജബ് നിന്റെ മുട്ടകൾ വിരിയുന്നത്. അണ്ട മീൻസ് എഗ്, എഗ്സ് മുട്ടകൾ, നിന്റെ മുട്ടകൾ എപ്പോഴാണോ വിരിയുന്നത്. നികലേംഗെ നൻഹേ ബച്ചേ തബ് അപ്പോഴേക്കും കുഞ്ഞ്, നന്നെ എന്ന് വെച്ചാൽ എന്താണ്? ചെറിയ, നന്നെ ബച്ച് ചെറിയ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ആ മുട്ടയിൽ നിന്നും പുറത്തേക്ക് വരും അല്ലേ? മുട്ടകൾ വിരിയുമ്പോൾ തബ് അപ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് വരും. ഹം ആക്കർ ഞങ്ങൾ വന്നിട്ട് ബാരി ബാരി സേ കർ ലേംഗെ ഉൻകി നിഗ്രാനി ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ആ കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും? നിഗ്രാനി മീൻസ് സംരക്ഷിക്കും. ഞങ്ങൾ സേവ് ചെയ്തോളാം അവരെ, ആ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം. ഓക്കെ, ആ പക്ഷിയോട്, തൂക്കണാങ്കുരുവിയോട് കുഞ്ഞുങ്ങൾ പറയുന്നതാണ്, നിങ്ങൾ ഇവിടെ വിട്ട് പോകരുത്, നിങ്ങൾക്കുള്ള ഭക്ഷണവും വെള്ളവും ഒക്കെ ഞങ്ങൾ തരാം, നിൻ്റെ ഈ മുട്ടകൾ വിരുമ്പി കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്യാം? ഞങ്ങൾ പരിപാലിച്ചു കൊള്ളാം. ക്ലിയർ ആയില്ലേ? അപ്പോൾ അവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, बया के बच्चों की निगरानी हम बारी बारी से करेंगे इनका तात्पर्य क्या है? बया के बच्चों की തൂക്കണാങ്കുരുവിയുടെ കുഞ്ഞുങ്ങളുടെ നിഗരാനി സംരക്ഷണം ഹം ബാരി ബാരി സേ കരേങ്കെ ഞങ്ങൾ മാറി മാറി ചെയ്തു കൊള്ളാം. ഇസ്കാ താൽപര്യ ക്യാ ഹെ ഇതിൻ്റെ താല്പര്യം, ഇതിൻ്റെ പൊരുൾ എന്താണ്? എന്തായിരിക്കും? ക്യോങ്കി ബയാ ഉനെ ഉത്നി പ്യാരി ഹെ ബच्चे चाहते हैं कि വേ ബിനാ ഉഡേ ഇസ് പേഡ് പർ ഹമേശ രഹ് സക്കേ എന്താണ്? കുട്ടികൾ ആ തൂക്കണാങ്കുരുവി അത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്, കുട്ടികൾ ആഗ്രഹിക്കുകയാണ് ഈ പക്ഷികൾ ഈ മരത്തിൽ നിന്ന് പറന്നു പോകാതിരിക്കണം, എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാകണമെന്ന്. ഓക്കെ, അതുകൊണ്ടാണ് കുട്ടികളെയൊക്കെ ഞങ്ങൾ മാറി മാറി നോക്കിക്കൊള്ളാമെന്ന് പറയുന്നത്. ക്ലിയർ? ബയാ ഉനേം ഉത്തനി പ്യാരി ഹെ ബच्चे चाहते हैं कि വേ ബിനാ ഉഡേ ഇസ് പേഡ് പർ ഹമേശ രഹ് സക്കേ ഓക്കെ, നമ്മളോടൊപ്പം എപ്പോഴും ഉണ്ടാകണമെന്നാണ് കുട്ടികൾ ആഗ്രഹിക്കുന്നത്. ക്ലിയർ? നോക്കൂ, ഫിർ ജബ് ഉൻകെ പർ നിഗലേംഗെ ഉഡ് ജായേംഗെ ബയാ ബനേംഗെ ഹം തബ് തേരെ പാസ് രഹേംഗെ തോ റോനാ മത് ചിടിയാ റാണി ബയാ ഹമാരി ചിടിയാ റാണി. നോക്കൂ, ഫിർ ജബ് ഉൻകെ പർ നിഗലേംഗെ ഫിർ പിന്നീട് ജബ് ഉൻകെ പർ മീൻസ് വിങ്സ് അവയുടെ ചിറകുകൾ നിഗലേംഗെ മുളയ്ക്കുമ്പോൾ, ആ പക്ഷിക്കുഞ്ഞുങ്ങളുടെ ചിറക് മുളയ്ക്കുമ്പോൾ, ഉഡ് ജായേംഗെ ബയാ ബനേംഗെ
അവ പറന്നു പോകും. തൂക്കണാംകുരുവികളായിട്ട് എന്ത് ചെയ്യും? പറന്നു പോകും. പക്ഷികളുടെ ചിറക് ഉറയ്ക്കുമ്പോൾ എന്ത് ചെയ്യാറുണ്ട്? പക്ഷികൾ പറന്നു പോകാറുണ്ട് അല്ലേ? അതുപോലെ തൂക്കണാംകുരുവി കുഞ്ഞുങ്ങളുടെയും ചിറകുകൾ ഉറച്ചു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? ഉഡ് ജായെങ്കെ, പറന്നു പോകും. ഹം തബ് തേരെ പാസ് രഹേങ്കെ, അപ്പോഴും ഹം, ഞങ്ങൾ എന്ത് ചെയ്യും? തേരെ പാസ് രഹേങ്കെ, നിന്റെ ഒപ്പം നിൽക്കും. നിന്റെ കുഞ്ഞുങ്ങൾ നിന്നെ വിട്ടുപോയാലും ഞങ്ങൾ എന്ത് ചെയ്യും? നിന്റെ ഒപ്പം ഉണ്ടാകും. ഓക്കെ, ഹം തബ് തേരെ പാസ് രഹേങ്കെ, ഞങ്ങൾ നിന്റെ ഒപ്പം നിൽക്കും, നിന്നോടൊപ്പം വസിക്കും. തു റോന മത് ചിടിയാ റാണി, നീ എന്ത് ചെയ്യരുത്? റോന കരയുക, മത് അരുത്, നീ കരയരുത്. ചിടിയാ റാണി, പക്ഷികളുടെ റാണി, നീ എന്ത് ചെയ്യരുത്? കരയരുത്. നിന്റെ കുഞ്ഞുങ്ങൾ പറന്നു പോയി എന്നുള്ള വിഷമത്തിൽ നീ എന്ത് ചെയ്യാൻ പാടില്ല? കരയാൻ പാടില്ല. ഓക്കെ, ഞങ്ങൾ നിന്നെ ഒപ്പം ഉണ്ടാകും. ബയാ ഹമാരി ചിടിയാ റാണി, ഞങ്ങളുടെ പക്ഷികളുടെ റാണി തൂക്കണാംകുരുവി, നീ എന്ത് ചെയ്യരുത്? കരയരുത്. ഓക്കെ, നല്ല കവിതയല്ലേ ഇത്? അവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേ. പർ നിഗളെങ്കെ ഉഡ് ജായെങ്കെ, എന്ത് ചെയ്യും? പർ നിഗളെങ്കെ, ചിറകുകൾ മുളയ്ക്കും. ഉഡ് ജായെങ്കെ, പറന്നു പോകും. മേൻ കിസ്കി സൂചന ഹെ, ഇത് തരുന്ന സൂചന എന്താണ്? എന്താണ് ഈ വരികൾ നമുക്ക് നൽകുന്ന ആശയം അല്ലെങ്കിൽ അർത്ഥം? എന്താണ്? ബച്ചെ ബഡേ ഹോ ജാത്തെ ഹൈ തോ വേ സ്വതന്ത്ര ഹോ ജാത്തെ ഹൈ, കുട്ടികൾ വലുതായി കഴിയുമ്പോൾ അവർ സ്വതന്ത്രരായി തീരും അല്ലേ? അടുത്ത പ്രവർത്തനം നോക്കൂ കൂട്ടരെ. കവിതാസെ അപ്പനെ മൻപസന്ത് പങ്ക്തിയാം ചുൻകർ ലിഖെ, കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഈ കവിതയിൽ നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട വരികൾ ഏതാണെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് എഴുതുക. സെക്കൻഡ് ആക്ടിവിറ്റി, നിമ്നലിഖിത ആശയവാലി പങ്ക്തിയാം ചുനേം, താഴെ തന്നിരിക്കുന്ന ആശയം വരുന്ന വരികൾ കണ്ടെത്തി എഴുതുക. ചിടിയ ദൂർ ന ജായേ, ഇസ്കെ ലിയേ ആംഗൻ മേൻ ദാന പാനി ഫർ ദേങ്കെ, പക്ഷെ ദൂരേക്ക് പോകണ്ട, അതിന് പകരം മുറ്റത്ത് ധാന്യവും വെള്ളവും നിറയ്ക്കാം എന്ന് കാണിക്കുന്ന വരികൾ ഏതാണ്? തുച്കോ ദൂർ ന ജാനെ ദേങ്കെ, ദാനോം സെ ആംഗൻ ഫർ ദേങ്കെ, ഓർ ഹൗസ് മേ ഫർ ദേങ്കെ ഹം, മീഠാ മീഠാ ठंडा पानी. सेकंड क्वेश्चन, बच्चे बया बनकर उड़ जाए तो हम मादा चिड़िया के पास रहेंगे, കുട്ടികൾ വളർന്ന് പറന്നു പോവുകയാണെങ്കിൽ ഞങ്ങൾ മാതാ ചിടിയ, അമ്മ പക്ഷിയോടൊപ്പം താമസിക്കും, അമ്മയോടൊപ്പം ഉണ്ടാകും എന്ന് പറയുന്ന വരികളേത്? ഉഡ് ജായേങ്കെ ബയാ ബനേങ്കെ ഹം തബ് തേരെ പാസ് രഹേങ്കെ, അവർ പറന്നു പോവുകയാണെങ്കിൽ ഞങ്ങൾ അമ്മയോടൊപ്പം ഉണ്ടാകും. അടുത്ത പ്രവർത്തനം നോക്കൂ കൂട്ടരെ. സമാൻ അർത്ഥവാലെ ശബ്ദ കവിതാസെ ചുനേം താലിക ഫരെ, അടിവരയിട്ടിരിക്കുന്ന വാക്കിന് പകരം പാഠപുസ്തകത്തിൽ പഠിച്ച വാക്ക് ചേർത്ത് തന്നിരിക്കുന്ന ബോക്സ് ഫില്ല് ചെയ്യാനാണ്. നോക്കോളൂ. ഹർ പക്ഷി കാ അപ്പന രഹൻ സഹൻ ഹേ, പക്ഷി എന്നതിന് പകരം നമ്മൾ പഠിച്ച വാക്ക് ഏതാ? ചിടിയ. അപ്പോൾ ഹർ ചിടിയ കാ അപ്പന രഹൻ സഹൻ ഹേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ജൽ ജീവൻ കാ ആധാർ ഹേ, ജലം ജീവന്റെ ആധാരമാണ്. ജൽ എന്നതിന് പകരം പഠിച്ച വാക്ക് ഏതാ? പാനി. പാനി ജീവൻ കാ ആധാർ ഹേ. തേർഡ് വൺ, പങ്ക് കെ ബിന ഉഡ്ന അസംഭവ് ഹേ, ചിറകില്ലാതെ പറക്കുക എന്ന് പറയുന്നത് അസംഭവ്യമാണ്. പങ്ക്, പങ്കിന് പകരം പഠിച്ച വാക്ക് എന്താണ്? പർ. പർ. അപ്പോൾ പർ കെ ബിന ഉഡ്ന അസംഭവ് ഹേ. ഓക്കെ, ലാസ്റ്റ്, പേട് കി സബ്സെ ഊഞ്ചി ടഹനി പത്തലി ഹേ, നോക്കൂ, വൃക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ടഹനി ശാഖ, ശിഖരം, പത്തലി ഹേ, മെലിഞ്ഞതാണ്. അപ്പോൾ ടഹനി എന്നതിന് പകരം നമ്മൾ പഠിച്ച വാക്ക് എന്താണ്? ശാഖയ്ക്ക് പകരം ഡാലോം. ഡാലോം. ഓക്കെ, അപ്പോൾ പേട് കി സബ്സെ ഊഞ്ചി ഡാൽ പത്തലി ഹേ. ക്ലിയർ? അടുത്ത് നോക്കിക്കോളൂ. എഹാം അന്ധ വ്യക്തി സടക് പാർ കർണേക്ക് കോശിഷ് കർ രഹാ ഹെ, ഇവിടെ ഒരു അന്ധനായ വ്യക്തി റോഡ് മുറിച്ചു കടക്കുന്നതിന് വേണ്ടി ആഗ്രഹിക്കുകയാണ്. ലിഖേം ചിത്രമേ ക്യാ ക്യാ ഹോ രഹേ ഹൈ, എഴുതൂ ചിത്രത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ചിത്രം നോക്കൂ കൂട്ടരെ. ഇവിടെ ഒരു വ്യക്തി റോഡ് മുറിച്ചു കടക്കാനായിട്ട് നിൽക്കുകയാണല്ലേ. റോഡിൻ്റെ സൈഡിൽ നിൽക്കുന്നുണ്ട്, ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ യഹാം അന്ധ വ്യക്തി സടക് പാർ കർണേ കെ ലിയേ ചൗരാഹെ പർ ഖടാ ഹെ, കോയി ഫി ഉസ്മേൻ ധ്യാൻ നഹീൻ ദേത്താ ഹെ, കോയി ഫി, ആരും തന്നെ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നില്ല? ധ്യാൻ നഹീൻ ദേത്താ ഹെ, ആരും അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നില്ല. ക്ലിയർ? രണ്ടാമത്തെ പിക്ചർ നോക്കൂ. അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് കുട്ടികൾ എത്തിയിട്ടുണ്ട് അല്ലേ. കുച്ച് സമയ ബാദ് എക് ലഡ്കി ഓർ എക് ലഡ്ക ഉൻകെ പാസ് ആത്താ ഹെ, കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിച്ചേർന്നു. കൂട്ടുകാർക്ക് ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. മൂന്നാമത്തെ പിക്ചർ നോക്കൂ. ആ കുട്ടികൾ
ആ വ്യക്തിയെ റോഡ് മുറിച്ച് കടക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലേ. വേ ബെഡി ഖുഷി അന്ധേ വ്യക്തിക്ക് മദത് കർത്തേ ഹായ്. അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അന്ധനായ വ്യക്തിയെ മദത് കർത്തേ ഹായും സഹായിക്കുന്നു. 4ാമത്തെ പിക്ചർ നോക്കൂ. ആ വ്യക്തി കുട്ടികളോട് നന്ദി പറയുകയാണ് അല്ലേ. സടക് പാർ കർനെ കെ ബാദ് അന്ധ വ്യക്തി ബച്ചോം കോ ഹസ്തദാൻ കർക്കെ അപ്പന പ്യാർ പ്രകട് കർത്താ ഹേ. സടക് പാർ കർനെ കെ ബാദ് റോഡ് മുറിച്ച് കടന്നതിന് ശേഷം അന്ധനായ വ്യക്തി ബച്ചോം കോ ഹസ്തദാൻ കർക്കെ കുട്ടികൾക്ക് ഹസ്തദാൻ ഷേക്ക് ഹാൻഡ് നൽകിക്കൊണ്ട് അപ്പന പ്യാർ പ്രകട് കർത്താ ഹേ തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ.